ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ചാപ്റ്റർ 2 എന്ന ഗെയിമായിട്ടാണ്. ആ ഗെയിമിൻ്റെ ഡോർസ്കേപ്പാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം. എന്നെ നേരത്തെ തൊട്ടം ക്രൂരമായിട്ട് ഗ്രാനൈറ്റും പിടിച്ചു ഗൈസ്. അതുകൊണ്ട് അതിൻ്റെ പ്രതികാരോടി നമുക്ക് ചെയ്യണം ഗൈസ്. നമ്മളിന്ന് ഡോർസ്കേപ്പും ചെയ്യും, ആ 2 പേർക്ക് ഒരു പാഠവും പഠിപ്പിക്കും ഗൈസ്. അതാണ് നമ്മുടെ വീഡിയോയുടെ എയിം. നമ്മളെ പഴയ ട്രിക്ക് ഉപയോഗിക്കാം. ഇത് ചെയ്ത് തന്നെ എനിക്ക് തന്നെ മടുക്കുന്നു ഗായ്സ്. കാരണം അത്ര വട്ടം ഞാനിത് ചെയ്ത് ഗായ്സ്. നമുക്കിനി ഇവിടെ കാത്തിരിക്കാം ഗായ്സ്. മുട്ടയെ കാണില്ല. ഇതാ പറഞ്ഞ് തീർന്നില്ല. നമ്മുടെ മുട്ട ഇതാ രംഗത്തോട്ട് കടക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ ആളിനെ കണ്ടില്ലല്ലോ ഗായ്സ്. എന്താണ് ഗായ്സ് കാണാത്തത്? പറഞ്ഞ് തീർന്നില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളും പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോവാം. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് തപ്പാം. ഇവിടെ ഒന്നുമില്ല. അത് വെറുതെ ഷോയ്ക്ക് വെച്ചേക്കാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഇല്ല ഗൈസ്. ഈ സാധനമുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ ആണെങ്കിൽ മറ്റേ സ്റ്റൺ ഗൺ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല ഗൈസ്. കൗബാർ ഒക്കെ ശരിയെന്നാ. നമുക്ക് ഈ അവസരം ഒന്ന് ഉപയോഗിക്കാം. രാണിയുടെ പാടം അങ്ങ് തള്ളിയിടാം. ഓക്കെ ധൃതി പിടിക്കണ്ട, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ശരി എന്നാ, ബൈ ബൈ. അമ്മൂമ്മ ഇവിടെ കിടക്കുമ്പോൾ അപ്പൂപ്പൻ ഇപ്പോൾ ഓടി വരും. അങ്ങനാണ് ഇത്. അമ്മൂമ്മ കിടക്കുമ്പോൾ അപ്പൂപ്പൻ ഇപ്പോൾ ഓടി വരുമല്ലോ ഗായ്സ്. അപ്പൂപ്പനെ കാണുന്നില്ലല്ലേ. വരാൻ ചാൻസ് ഉണ്ട്. അപ്പൂപ്പൻ്റെ പാട്ടിട്ട് കൊടുത്താൽ മതിയോ? പക്ഷേ വരുമാവൂല്ലേ? കാണുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാം. ഇതിൻ്റെ അടിയിൽ എന്തുവാ? ഡോറ്. നമുക്കിത് ഇവിടെ ഇട്ടിട്ട് കൗബാർ ഇങ്ങ് എടുക്കാം. ഇത് ഞാനിങ്ങ് എടുക്കുക. ഞാനത് അപ്പൂൻ്റെ അടുത്തും അമ്മൂമ്മൻ്റെ അടുത്തും പറഞ്ഞതാണ്. നമുക്കതിൽ വേഗം കാര്യങ്ങളെല്ലാം ചെയ്യാം. ഗ്യാസ് ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്കിനി ഇവിടെ ഗൈസ് വെപ്പൺ കീ നമുക്കിതൊന്ന് തുറന്നിടാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗൈസ് നമുക്ക് ഇതുവഴി തുറന്ന് ഇവിടെ എന്തിനുണ്ടോ? ഓക്കെ, ഇത് തുറക്കാം. ആളെ വിളിച്ചോണ്ട് പോവാ. ഓടി വാ മുട്ട. ഓടി വാ. നമ്മളിവിടെ തന്നെ ഉണ്ടാവും. ഓടി വാ. ഓടി വാ. പിടിച്ചോ. നമ്മുടെ ഈ ഉണ്ട എടുക്കാൻ പറ്റുന്നില്ല ഇന്ന്. അത് കണ്ടേന്നാ ഗായ്സ്. ആ കൈ ഇതിങ്ങ് ഞാനിങ്ങ് എടുക്കുക. ഈ താക്കോല് കടന്നോ. ശരി എന്നാ. ബോട്ടി നമുക്കിത് ആവശ്യമില്ല. നമ്മുടെ ഈ ഗണ്ണ് നമുക്കിവിടെ ആവശ്യമുണ്ട്. മുകളിലിത് തുറക്കണം. ഇവിടെ ഹാൻഡ് വീൽ നമുക്കത് ആവശ്യമുണ്ട്. ഇവിടെ എന്തുവാ? അവിടെ ഒന്നുമില്ല. ഇതിപ്പോൾ തുറക്കും. നമുക്ക് ഇതിനകത്ത് ഞാനിതിൽ നിന്ന് ഒരിതിങ്ങ് എടുക്കാം. രണ്ട് ഹാൻഡ് ഇത് ഡ്രോപ്പ് ഇടാം. 2 എണ്ണം എടുക്കാം. നമുക്ക് നമ്മുടെ കൊച്ചുമോൻ്റെ അടുത്തത് കൊണ്ടുവയ്ക്കാനാണ്. നമുക്ക് കൊച്ചുമോൻ ഒരെണ്ണം കൊടുക്കണം. അതിനായിട്ടാണ് ഞാൻ എടുക്കുന്നത്.
അവിടെ കൊച്ചുമോന് വേണ്ടിയാണ് ഒരെണ്ണം എടുക്കുന്നത്. നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഫ്രഞ്ച് എടുക്കണം. ഫ്രഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചെന്ന് അവിടെ തൊന്നിട്ട് ആ കൊച്ചുമോൻ്റെ വായോട്ട് ഈ ബോംബ് അങ്ങോട്ട് ഇടാം. പക്ഷേ ഇതെവിടെ നിന്ന് വന്ന് ഗായ്സ്? ഈ പണ്ടാരം എവിടെ നിന്ന് കയറി വന്ന്? നമുക്ക് തോക്കെടുത്താലേ ശരിയാകത്തുള്ളൂ, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. തോക്കിന് മുകളിലാണ് ഗായ്സ്. എൻ്റെ അടുക്ക മുട്ട കയറി വരാതിരുന്നാൽ കൊള്ളായിരുന്നു. പക്ഷേ നമുക്കിനി ഓക്കെ ഇവിടെ ഗൈസ് കാണുന്നില്ല നമ്മുടെ അമ്മൂമ്മ. അവൾക്കൂടെ കുഞ്ഞിരിക്കാം. ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. അതാ വരുന്നു. ഓക്കെ ഇതാ പിടിച്ചോ. ശരി എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഓക്കെ ഗായ്സ് ഈ മുട്ട ഇവിടുന്ന് കയറി വരുന്നു. എന്തായാലും പിടിച്ചോ. ടാറ്റാ. ഓക്കെ നമ്മൾ മുട്ടയും കൊന്ന് ഇനി നമുക്ക് ഫ്രഞ്ച് എടുക്കാം. ഫ്രഞ്ച് എടുത്തോ? ഫ്രഞ്ച് എടുത്തില്ലേ നമ്മൾ? നമുക്ക് പപ്പടക്കി എടുത്ത് താഴോട്ട് പോകാം. ഓക്കെ ഗായ്സ് നമുക്ക് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പോയി ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു. എന്നോടൊന്നും തോന്നല്ലേ ഗായ്സ്. നമ്മൾ ഫ്രഞ്ച് എടുത്തിട്ടൊന്നും തോന്നില്ല, ഇതൊന്നും ചെയ്തില്ലായിരുന്നു ഗായ്സ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കും കളിക്കും ഗായ്സ്. ഞാൻ തുറന്നെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. ഈ ഫ്രഞ്ച് എവിടെ നിന്ന് കിട്ടും? ഇവിടെ കാണുക, ഇവിടെയൊക്കെ കാണേണ്ടായിരുന്നല്ലോ ഗായ്സ് ഫ്രഞ്ച്. ഡോർ ലോക്ക് ഗായ്സ്, നമ്മുടെ ഫ്രഞ്ച് ഇവിടെയൊക്കെ കാണേണ്ടതായിരുന്നു. ഡോർ ഹാൻഡിലത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുമ്പോഴേ മനസ്സിലാകും. നമ്മൾ കൗബാർ എടുത്തൊന്നും ചെയ്തില്ലായിരുന്നോ? ഇല്ല ചെയ്തായിരുന്നല്ലോ, നമ്മൾ കൗബാർ എടുത്ത് തുറന്നല്ലോ. അപ്പം നമുക്കിപ്പോൾ ഫ്രഞ്ച് വേണം ഗൈസ്. ഫ്രഞ്ച് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ കാണൂല, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. പിന്നെ അതെവിടെ? ഇത് നമുക്ക് ആവശ്യമില്ല, ഇവിടെ ഒന്നുമില്ല. ഗായ്സ് ഇവിടെ ഒന്നുമില്ല ഗായ്സ്. ഫ്രഞ്ച് ഇവിടെ ഒന്നുമില്ല ഗായ്സ്. ഇതാരിത് ഗായ്സ്? ജാനിയുടെ മുഖം സൂം ചെയ്ത് വെച്ചേക്കുന്നു ഗായ്സ്. ഈ ശകുനത്തിൻ്റെ പേരെടുത്ത് വെച്ചതേ ഉള്ളൂ ഗായ്സ്. മുഖം സൂം ചെയ്ത് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ മുഖം നമ്മളിതാ നേരിട്ട് കണ്ടു ഗായ്സ്. നമുക്കിനി ഫ്രഞ്ച് വേണം ഗായ്സ്. ഫ്രഞ്ചില്ലാതൊന്നും പറ്റത്തില്ല. ആ കൊച്ചുമോൻ്റെ അടുത്ത് എന്തെങ്കിലും കാണും ഗായ്സ്, എന്തെങ്കിലും കൊണ്ടുവയ്ക്കും ഗ്രാനി. ആ കൊച്ചുമോൻ കാരണം അവർക്ക് പ്രിയപ്പെട്ടതാണ് ഗായ്സ്. ഈ ഗ്രാനിയും ആ കൊച്ചുമോനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അറിയാത്ത കാര്യം അറിയണമല്ലോ ഗായ്സ്. നമ്മുടെ മുട്ട ഇതാ രംഗത്തോട്ട് പോകുന്നു. ഞാൻ ഇത് പറഞ്ഞ് വീണ്ടും മടുപ്പിക്കുന്നില്ല, പക്ഷെ നമ്മുടെ മെയിൻ ആൾ ഇതുവരെ കണ്ടില്ല. ഗായ്സ് വാ തുറന്ന് പറഞ്ഞില്ല. നമുക്ക് ആ ഫ്രഞ്ച് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. പക്ഷെ നമുക്ക് വെപ്പൺ കീ കിട്ടില്ല. രണ്ടെണ്ണത്തിനും ഒന്ന് പൊട്ടിക്കണം, ഒന്ന് ഉറക്കി കിടത്തണം ഗായ്സ്. താണ്ട ഫ്രഞ്ച്. ഓ ഷിറ്റ്.
നമുക്ക് രണ്ടുപേരെ നോക്കി കിടത്താം. ഗൈസ് എനിക്ക് വെപ്പൺ കീ കിട്ടിയായിരുന്നില്ല, എവിടെ കൊണ്ടിട്ടോ എന്തോ. അതാണ്ട് രണ്ടുപേരെയും ഒന്ന് ഉറക്കണം, അപ്പോഴേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ, ഒരുണ്ട ഗ്രാൻഡ്പ, ഒരുണ്ട ഇരാനി. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ നിറച്ചിട്ടുണ്ട്. രണ്ടുപേർക്ക് രണ്ടുണ്ട വീതം, ഒരുണ്ട ഫോർ യു. ഓക്കെ ഗ്രാൻഡ്പ, ഒരാളുടെ കണക്ക് കഴിഞ്ഞ്. ഇറ്റ്സ് ഫോർ യു. ഓക്കെ, രണ്ടാമത്തെ ആളുടെയും കണക്ക് കഴിഞ്ഞ്. ഇനി നമുക്ക് നേരെ ഫ്രഞ്ച് എടുത്തുകൊണ്ട് നമ്മുടെ ബാക്കി പണി തുടങ്ങാം. ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച്. നമ്മൾ ഈ ഫ്രഞ്ച് എടുത്തുകൊണ്ട് എന്താ ഗായ്സ് എങ്ങനെ കടക്കുന്നു ഗായ്സ്, കണ്ടോ ചത്താലും തലയാട്ടിക്കൊണ്ട് കിടക്കുന്ന കണ്ടോ ഗായ്സ്? ഓ ഗായ്സ്, അത് കണ്ടോ ഗായ്സ്? എന്താണ് നമ്മളിത് കാണുന്നത്? നമുക്കിനി കൊച്ചുമോന് നമുക്ക് തോക്കെടുത്തൊരു വെടി വയ്ക്കാം, അല്ലെങ്കിൽ ബോംബ് ഇടണോ? നമുക്കെന്തായാലും ബോംബിടാം. കൊച്ചുമോൻ്റെ അടുത്തോട്ട് നമുക്കൊരു ബോംബിടാം. ഓക്കെ, ഇറ്റ്സ് ഫോർ കൊച്ചുമോൻ. കൊച്ചുമോനെ ഗൈസ്, കൊച്ചുമോനെ കാണുന്നില്ല, അപ്പൂപ്പൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. കൊച്ചുമോൻ ഗൈസ് അവിടെ കടന്നുറങ്ങുന്ന എന്തി? ഓ ഗൈസ് 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 നമ്മൾ പുറകെ വരുന്നു. ഓക്കെ ഓക്കെ, പിടിച്ചോ എന്നാൽ. ഓ ഗൈസ്, ഞാൻ ത്രോ അല്ലേ ചെയ്തേ ഗൈസ്, ഞാൻ ത്രോ ആയിരുന്നു ചെയ്തേ ഗൈസ്. അത് ഉരുണ്ട് പോകുന്നു. എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കൊച്ചുമോൻ അവിടെ എന്തോ ഒരു പണി ഉണ്ടല്ലോ പുള്ളിക്കാരന്. ഗൈസ് ദാ വരുന്നു. ഓക്കെ, നമുക്ക് മുമ്പോട്ടറിയാം. ഓക്കെ, നമുക്കിതിവിടെ നിന്ന് കാണാം. ഗൈസ് അതൊന്നും വർക്ക് ആവുന്നില്ലേ ഗൈസ്? സൗണ്ട് വെറുതെ പോയി. എനിക്ക് സമയം കൊണ്ട് വെടി വെച്ചിട്ടാൽ മതിയായിരുന്നു. ശേ, മണ്ടത്രം ചെയ്തു പോയല്ലോ ഗൈസ്. ഇപ്പം അവനെ തോക്ക് വെച്ച് എന്നിട്ട് അവസാനം നമുക്ക് എല്ലാ എണ്ണത്തിനും ഒന്ന് പൂശുമ്പോൾ നമുക്ക് ഇവനെയും കൂടി ആ കൂട്ടത്തിൽ കൂട്ടാം. വാ വണക്കം അണ്ണാ, വണക്കം. വായിട്ടോ, പക്ഷേ അത് ഏറ്റില്ല. നിന്റെ കാര്യത്തിന് വേണ്ടി നിന്നെ മുമ്പ് കാശ് ഇവിടെ ഒന്നുമില്ല നല്ലതൊന്നും. ഗൈസ് ഇനി ഉണ്ട് നിറക്കണം, നിറച്ച് വെക്കണം. നമ്മുടെ അമ്മയും അപ്പൂപ്പനും വന്നാലോ? അവർക്ക് വേണ്ടി വീണ്ടും നമുക്ക് നിറച്ച് വെക്കണം. ഡോർ ലോക്ക്. ഗൈസ് കട്ടിംഗ് പ്ലെയർ ഒന്നും കിട്ടിയില്ലല്ലോ ഗൈസ്. ഇവിടെ ഇതുണ്ട്. നമുക്ക് വീണ്ടും തറയിട്ട് ഗ്രാനിയും വരുത്താം. ഇനി എണ്ണിച്ചിട്ടുണ്ടാവത്തില്ലേ? ഗായ്സ് അത് കണ്ടോ ഗായ്സ്? നമ്മളത് ഊമ്പിപ്പോയി ഗായ്സ്. നമ്മൾ ഊമ്പിച്ചു ഗായ്സ്. ഗ്രാനി നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. നമുക്കിപ്പോൾ 2 കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതിന് എവിടെ നിന്ന് കിട്ടും? നമുക്ക് കട്ടിംഗ് പ്ലെയർ ഇതുവരെ കിട്ടിയില്ലല്ലോ ഗായ്സ്. അത് കിട്ടിയായിരുന്നോ? ഓ ഗായ്സ്, നമ്മൾ ഇത് തുറന്നില്ല. നമുക്ക് തോക്കെടുത്ത് 2 വെടി ഗ്രാനിക്ക് അതൊന്നും കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലി വേഗത്തിൽ ചെയ്യണം. എന്നിട്ട് അവസാനം നമുക്ക് ആ ഹാൻഡ് ഗ്രാനൈഡ് ഉപയോഗിച്ച് 3 പേരുടെ വായിക്കിട്ടൊന്ന് പൊട്ടിക്കണം. വേഗം വാ. ആദ്യം ഗ്രാൻഡ്പ, പിന്നീട് ഗ്രാനി, അങ്ങനെ ഓർഡറിലായിട്ടാണ് ഇവർ വരുന്നത്. ഓ ഗൈസ്, ചാർജ് ഇല്ല ഗൈസ്, അതിൻ്റെ മെസ്സേജാണ്. നിങ്ങളൊന്നും തോന്നരുത്. ഗ്രാനി വന്നോ ഗൈസ്? ഞാൻ നോക്കില്ലല്ലോ ഗൈസ്. വന്ന് കാണത്തില്ലാവും. ഇപ്പം വന്നോണ്ടിരിക്കാവും ഗൈസ്. കാണുന്നില്ലല്ലോ.
ഗായ്സ് ഇപ്പം ഗ്രാൻഡ് ഇപ്പം പോകും. പക്ഷേ ഗായ്സ് ഞാൻ എടുത്തില്ല. ഗായ്സ് ഗ്രാനിയെ കാണുന്നില്ല. ഗ്രാനി ഈസ് മിസ്സിംഗ്. ആ തോക്കെടുത്ത് 2 എണ്ണത്തിന് പൊട്ടിക്കട്ടെ. ആർക്കതിൻ്റെ പുറകെ വരാൻ ഇച്ചിരി ഒരു പൂതി. വായോ പൂതി കളയണ്ട. വാ ബൈ ആയുഷ്മാൻ ഭവ. ഒരുത്തനെ പൊട്ടിച്ച് നമുക്കിനി ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തുകൊണ്ട് വെക്കാം. നമ്മുടെ ഡോർ ഹാൻഡിൽ ഇവിടെ ഉണ്ട്. ഡോർ ഹാൻഡിൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് താഴോട്ട് കൊണ്ട് വെക്കാം. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? മൊട്ടത്തലയൊന്നെ കൊന്നതായിരുന്നു. നില്ല ഞാൻ തോക്കെടുത്ത് ഇവർക്ക് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ഗായ്സ് ചോരയായി ഗായ്സ്, മുഖത്തൊക്കെ ചോര. ഇതിനെ കൊണ്ട് ഗായ്സ് കണ്ണും കാണില്ല ഗായ്സ്. തോക്കെടുത്ത് 2 എണ്ണത്തിന് ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ ഡോർ ഹാൻഡിൽ കട്ടിംഗ് പ്ലെയർ ഒന്നും കിട്ടിയില്ലല്ലോ ഗായ്സ്. ഒന്നുമില്ല ഗായ്സ്, ഒന്നും കിട്ടിയില്ല ഗായ്സ്. നമ്മളിനി എന്തോ ചെയ്യും? ബൈ. ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചതായിരുന്നു. തന്നെ ഞാൻ തോക്കെടുത്ത് അന്നേരം പൊട്ടിക്കാന്ന് വിചാരിച്ചതായിരുന്നു. ഗായ്സ് ഡേ 5 ആണ് ഗായ്സ്. എന്തായാലും നമ്മൾ ലാസ്റ്റ് നിമിഷം നമ്മൾ പോരാടും ഗായ്സ്. പോരാടും ഗായ്സ്. നമുക്ക് പൊട്ടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ. പക്ഷെ നമുക്കിപ്പോൾ ഡേ ഇല്ലല്ലോ ഗായ്സ്. എന്നാലും നമുക്കിത് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഈ ഡേ എന്തായാലും എടുത്തുചാട്ടമൊന്നും ചെയ്യുന്നില്ല ഗായ്സ്. നമുക്കിവിടെ കാത്തിരിക്കാം ഗായ്സ്. അവനക്ക് ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷെ ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഗായ്സ്. കെട്ടിയവൻ്റെ പുറകെ കെട്ടിയവളും വന്നിട്ടുണ്ട്. നമുക്ക് ഗായ്സ് എൻ്റെ കയ്യിൽ ഉണ്ടയില്ല ഗായ്സ്. കുറച്ചേ ഉള്ളൂ. ഇനി എവിടെ നിന്ന് കിട്ടുമുണ്ട്? മുകളിലുണ്ട്. ഗായ്സ് ഇവിടെ ഹാൻഡി വീൽ നമ്മളെടുത്ത് തറയിലിട്ടില്ലല്ലോ. ഹാൻഡിൽ തറയിലോട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. നമ്മൾ നോക്കിയതല്ലേ. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അത് ഏറ്റില്ലല്ലേ. ഇവിടെ തന്നെ വേറൊരു ഗ്രാനോൾഡ് ഉണ്ടായിരുന്നല്ലേ, ഹാൻഡി ഗ്രാനോൾഡ്. ഇതെടുക്കുക. ഇത് നമ്മൾ പൊട്ടിക്കും ഗായ്സ്. ഗ്രാനിക്കിട്ട് ഇപ്പോൾ ഗായ്സ് നമുക്ക് ഇവിടെ നിൽക്കാം ഗായ്സ്. നമുക്ക് തോക്കിട്ട് ആൾക്കാരെ വിളിക്കാം ഗായ്സ്. നമുക്ക് തോക്കിട്ട് ഇങ്ങോട്ട് തോക്കെറിഞ്ഞ് തിരിഞ്ഞു പോയി ഗായ്സ്. ഹാൻഡ് ഗ്രൗണ്ട് എടുക്കാം ഗായ്സ്. എറിഞ്ഞിട്ടുണ്ട് ഗായ്സ്, എറിഞ്ഞിട്ടുണ്ട്. 2 പേരും നമ്മൾ തട്ടി ഗായ്സ്. ഞാനൊന്ന് നോക്കട്ടെ. അമ്മൂമ്മയപ്പൂപ്പൻ നമുക്ക് ഇതെടുത്തോണ്ട് പോവാം വേഗം തന്നെ.
ഇത് കൊണ്ട് അവിടെ വെക്കണം. നമുക്കിതവിടെ കൊണ്ട് വെക്കണം. ആ ഹാൻഡ് ഡോർ എടുത്ത് വെക്കണം. നമുക്ക് കൗബാർ വേണം ഗായ്സിന്. നമുക്ക് പക്ഷെ നമ്മുടെ അടുത്ത് ആകെപ്പാടെ ഒരു ദിവസമേ ഉള്ളൂ. ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഗായ്സ്. നമ്മളിതൊരു റിസ്ക്കാണ് ഗായ്സ്, റിസ്ക്കാണ് ഗായ്സ്. ഇനി നമുക്ക് ഗായ്സ് നമ്മുടെ അടുത്ത് ഒന്നുമില്ല ഗായ്സ്. നമ്മുടെ അടുത്ത് ഇത് രണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിനി കൗബാർ കിട്ടുന്നില്ല ഗായ്സ്. ഈ കൗബാറിന് എവിടെ ചെന്ന് കിടക്കുവാണ് ഗായ്സ്. ഇവിടെ അതേ ഉള്ളൂ. നല്ല അത്യാവശ്യ കാര്യങ്ങളൊന്നും ഇല്ല ഗായ്സ്. ഇവിടെ ഒരു മണ്ണാങ്കട്ടി ഇല്ല ഗായ്സ്. എന്തോ ചെയ്യും ഗായ്സ്. എനിക്ക് ഇവിടെ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. കൗബാർ എടുത്ത് താഴോട്ട് പോവാ ഗായ്സ്. എൻ്റെ പോരാട്ടമാണ് ഗായ്സ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് പാട്ട്ലോക്ക് വേണം. ഗായ്സ് കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുത്ത് മുകളിലും താഴെയും കട്ട് ചെയ്യാം. നമുക്ക് പാട്ട്ലോക്ക് കിട്ടിയാൽ മതി. ഒന്ന് എക്സ്പ്ലോർട്ടഡ് അവിടെ നിന്ന് ഇത് എവിടെ നിന്നാ ഈ വഴി പോകാം ഗായ്സ്. നമ്മൾ അതിജീവിക്കോ ഗായ്സ്. എനിക്ക് അറിഞ്ഞൂടാ ഗായ്സ്. ഞാൻ അതിജീവിച്ചാൽ നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ അഭിനന്ദിക്കണം ഗായ്സ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ അഭിനന്ദിക്കണം. ഞാനിപ്പോൾ ഇത് ജയിച്ചാൽ ഗായ്സ് നമുക്ക് പാട്ട്ലോക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഗായ്സ്. പാട്ട്ലോക്ക് ഗായ്സ് സേഫ് കീ കിട്ടിയേക്കുന്നത്. നമുക്ക് വേഗം പോകാം ഗായ്സ്. ധൃതി പിടിക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു ഗായ്സ്. ഒന്നും കാണത്തില്ല ഗായ്സ്. സ്പീഡ് വന്ന് ഗായ്സ്. ഗായ്സ് രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ഗായ്സ്. ജാനിയും ഗ്രാപ്പിയും രണ്ട് സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ഗായ്സ്. ഇതെന്താവും ഗായ്സ് എനിക്ക് അറിഞ്ഞൂടാ ഗായ്സ്. നമ്മളെ തൊട്ട് പോകും ഗായ്സ്. നമ്മളിതാ ഓടുന്നേ. ശരി എന്നാൽ നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ് ഗായ്സ്. നമുക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡേ 5 ആയിരുന്നു. നമ്മുടെ അവസാന ദിവസമായിരുന്നു ഗായ്സ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പോയാൽ പിന്നെ പോയി. നോക്കടാ അപ്പൂപ്പാ.